PTA പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമാൻ രതീഷ്, ഇവിടെ സ്വാഗത ആശംസിച്ച ഈ സ്കൂളിൻ്റെ പ്രിയങ്കരിയായ HM ശ്രീമതി മായാദേവി ടീച്ചർ, അതുപോലെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചിട്ടുള്ള പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലില്ലി, അരിപ്പുറം വാർഡ് മെമ്പറായിട്ടുള്ള മീനാകുമാരി മെമ്പർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാംബശിവ സാറ്, ചേപ്പരോട് വിജയകുമാർ സാറ്, മറ്റ് PTA അംഗങ്ങൾ, MPTA അംഗങ്ങൾ, മറ്റ് രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ ക്ഷമ ചോദിക്കുകയാണ്. എനിക്കിന്ന് അടിയന്തരമായിട്ട് 2 മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാലാണ് ഇവിടെ എത്തിച്ചേരാൻ താമസിച്ചു പോയത്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു സ്കൂളിൻ്റെ അധ്യയന വർഷം ആരംഭിക്കുന്നത് പ്രവേശനോത്സവത്തോടു കൂടിയാണ്. അതിഗംഭീരമായ ഉത്സവത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൻ്റെ അധ്യയന വർഷം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വാർഷിക ആഘോഷത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൻ്റെ അധ്യയന വർഷം അവസാനിക്കുന്നത്. 2 ദിവസക്കാലമായി ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. കുട്ടികളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പഠനോത്സവം നടത്തിയിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ സ്കൂളിലെ കുട്ടികൾ ആ ഒരു അധ്യയന വർഷക്കാലം ഏതെല്ലാം കാര്യത്തിൽ മികവ് പുലർത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പല കുട്ടികൾക്കും പല കാര്യങ്ങളിലായിരിക്കും താല്പര്യം. ചില കുട്ടികൾ ഗണിതത്തിലായിരിക്കാം, ശാസ്ത്രത്തിലായിരിക്കാം. അത് എത്രത്തോളം അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് പഠനോത്സവത്തോടുകൂടി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് മൊമെൻ്റോടിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാറിയാം, നമ്മുടെ കുട്ടികളെല്ലാം പാഠ്യവിഷയങ്ങളിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും മിടുക്കന്മാരാണ്. കുട്ടികളെല്ലാം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പൊതുസമൂഹമെല്ലാം കൂടുതലായി സ്കൂളിലെ കാര്യങ്ങളായിട്ട് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു നിറഞ്ഞ സദസ്സുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികളുടെ പേരൻസ് എല്ലാവരും മിക്കവാറുള്ളവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് പേരായിരിക്കും സ്കൂളിലെ കാര്യങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം വന്നതിന് ശേഷം നമ്മുടെ പേരൻസ് ആയാലും മറ്റ് പൊതുസമൂഹത്തിലുള്ള ആൾക്കാരായാലും ശരി, കുട്ടികൾ സ്കൂളിലെ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഓരോ വർഷം ചെല്ലുന്നത് അനുസരിച്ച് നമ്മുടെ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ഒരുപാട് ദീർഘിപ്പിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല, കാരണം ഒരുപാട് സമയം വൈകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ HM ഇന്ന് ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായി ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിന്നിട്ടുള്ള ടീച്ചറാണ്. എനിക്ക് ഒരു കാര്യം ഈ ടീച്ചറോട് പറയാനുള്ളൂ, ഇന്ന് പെൻഷൻ പറ്റി പോയാലും നിങ്ങൾ സജീവമായി ഏതെങ്കിലും ഒരു രംഗത്ത് സജീവമായി പ്രവർത്തിക്കണം. അല്ലാതെ വീട്ടിലൊതുങ്ങി കഴിയേണ്ടവരല്ല നിങ്ങളെപ്പോലുള്ളവർ. നിങ്ങൾക്ക് ഒരുപാട് സംഭാവനകൾ ഇനിയും ചെയ്യാൻ സാധിക്കും. ഇത്രയും നാളിപ്പോൾ ഒരുപാട് വീട്ടിലാണ് ടീച്ചർ എത്തുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ മക്കളോടൊപ്പം ഇരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതുപോലെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യണം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ നമ്മുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെയും നിങ്ങളുടെയും ഈ നാടിൻ്റെയും പ്രിയങ്കരിയായ ശ്രീമതി മായാദേവി ടീച്ചർക്ക് നമ്മുടെ PTA സ്റ്റാഫുകളുടെ PTA-യുടെയും സ്റ്റാഫിൻ്റെയും വകയായുള്ള ഒരു സ്നേഹോപഹാരമാണ്. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാന്യയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്.
നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ്, നമ്മുടെ അധ്യാപകർ, ടീച്ചറിൻ്റെ സഹ അധ്യാപകർ, ബഹുമാനപ്പെട്ട HMന് ഒരു സ്നേഹോപഹാരം നൽകുന്നു. അത് നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. എല്ലാ ടീച്ചർമാരെയും ക്ഷണിക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു ഉപഹാരം